ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ചെറിയ മോളുടെ കൂട്ടുകാരുടെ പിറന്നാളാണ്. അപ്പം ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് വലിയ ആളിതാ ചെറിയ ആള് അവളുടെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. മോളുടെ ഫ്രണ്ടിൻ്റെ പിറന്നാളായിട്ട് അവൾ ടെഡി ബിയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ലേ? യെല്ലോ കളർ ടെഡി ബിയർ. ആരാ ബർത്ത്ഡേ? ആരു അല്ല അതു അതിഥി. സത്യം പറയാലോ ഗൈസ്, അവൾക്ക് അവളുടെ ഫ്രണ്ടിൻ്റെ പേരറിയില്ല. കാരണം അവൾക്ക് അവളെ കൂട്ടുകാരി പോലും അറിയില്ല. ഇത് ഞങ്ങൾ അമ്മമാർ നമ്മുടെ സുഹൃത്തത് എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ, ഇപ്പോൾ ഉള്ള കൂട്ടുകാരിയുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്മമാർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് ഇപ്പോൾ ഞങ്ങളുടെ പിറന്നാളിന് വിളിച്ചിരിക്കുന്നത്. അവൾക്കറിയില്ല അവളെ കൂട്ടുകാരുടെ പേര് പോലും. ഒപ്പം ഒരു വട്ടം ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ വേറെ ബാച്ചിലാണ് അവർ. ഇവിടെ ആയാലും അവൾ ബിയിലൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ അമ്മമാർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഇപ്പോഴും 3-4 കൊല്ലമായിട്ട് എന്താ പറയുക, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിളിക്കാറുണ്ട് ബർത്ത്ഡേക്ക്, അതേപോലെ അവരും വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങളവിടെ എത്തി. ഞങ്ങളായിട്ട് ആദ്യം എത്തിയത്. അതിനുശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സും കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരതൊക്കെ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സാണ്. അതുപോലെ മോളുടെ. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അവളുടെയും പിറന്നാളാണ്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേള്. അവൾ ഒരു ബട്ടർഫ്ലൈനെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. അവളുടെ അച്ഛമ്മ, ചാച്ചൻ, അച്ഛനമ്മ. ഇപ്പോൾ കേക്ക് കട്ടിങ് ടൈമാണ്. അതിന് മുന്നേ എല്ലാവർക്കും ചെറിയൊരു ടിഫിനൊക്കെ കൊടുത്തു. പക്ഷെ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര എരിവൊക്കെ ആയിരുന്നു. ചെറുതായി പാട്ടൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അധികം സ്ഥലമില്ലാത്ത കാരണം അമ്മമാർക്കും ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ഗ്യാങ്ങായിട്ട് ഡാൻസ് കളിക്കണം എന്നുള്ളത്. അതിനുശേഷം ഫുഡ് റെഡിയായി. അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ പറഞ്ഞാൽ ആദ്യം ഓരോ ഘട്ടങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇല വെച്ച് ആദ്യം കറികളൊക്കെ വിളമ്പി പിന്നെ ചോറ് വരും, സാമ്പാർ, രസം, അങ്ങനെ ഇതല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓരോ ഘട്ടമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ പൂരിയും അതിലേക്കുള്ള കടലക്കറി, മറ്റേ ചോല സബ്ജി പറയുന്നത്, അത് ഓരോ കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം പുലാവാണ് തന്നത്, അതിലേക്ക് പനീർ സബ്ജി. ഇവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഈ ബീഹാറുകാരുടെ ഈ മാസം ഒരു നോൺ വെജ് ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് വെജായിരുന്നു. പിന്നെ അതിനുശേഷം പപ്പടം വരും, പിന്നെ ചട്നി, മിഠായി. നമ്മുടെ നാട്ടിലൊന്നും മിഠായി അധികം കഴിക്കില്ല. ഇവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കില്ല കഴിഞ്ഞാൽ ഒരു മീട്ടാന്ന് പറഞ്ഞിട്ട് രസഗുല്ല അങ്ങനെ വേറെ എന്തെങ്കിലും മിഠായി അത് തരും. അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നേരം വീട്ടിൽ വന്നപ്പോൾ അവളായിട്ടൊന്ന് ചാറ്റ് ചെയ്തോളെ എൻ്റെ പിന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി നല്ലോണം എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്.
വേണ്ടി നിൽക്കുകയാണ്. വണ്ടി വരും, കുറച്ച് ഉള്ളിലാണ് ഇവരുടെ വീട്. അപ്പോൾ വണ്ടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവളുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. बाय थोड़ा बाय बोलो. ओके बाय.